നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം CPM-ൽ വലിയ പോരാട്ടം നടക്കുകയാണ്. പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് CPM-നകത്ത് ഒരു ചേരി രൂപപ്പെടുന്നുണ്ട് എന്ന ചില സൂചനകളും റിപ്പോർട്ടുകളും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയുമാണ്. ഇപ്പോഴിതാ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ തെരഞ്ഞെടുത്തതിൽ CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പരാതി പോയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. സംഘടനാ മര്യാദ പാലിക്കാതെയാണ് KK രാഗേഷിനെ തെരഞ്ഞെടുത്തത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ജില്ലാ കമ്മിറ്റി അംഗമല്ലാത്തയാളെ എങ്ങനെ ജില്ലാ സെക്രട്ടറിയാക്കി എന്ന് വ്യക്തമാക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ് പരാതി നൽകിയത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇമെയിൽ മുഖാന്തിരമാണ് പരാതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ കണ്ണൂർ CPM-ൽ ഒരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട് എന്ന വാർത്ത നമ്മൾ നേരത്തെ തന്നെ കേട്ടതാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കണ്ണൂരിലെ CPM-നകത്ത് വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു. നേതാക്കൾ വലിയ അസ്വാരസ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അങ്ങനെ CPM വിട്ട് സ്വതന്ത്രരായി മത്സരിച്ച 2 സ്ഥാനാർത്ഥികൾ MLA-മാരാകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഇപ്പോൾ KK രാഗേഷിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കാര്യമായി മാറുകയുമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രാഗേഷിനെ പിന്നീട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിൽ അന്ന് തന്നെ പാർട്ടിയിൽ പല ഘടകങ്ങളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പരസ്യമായി ഇത് ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. പാർട്ടി കോട്ടയെന്ന് അവകാശപ്പെടുന്ന കണ്ണൂരിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉൾപ്പെടെ കനത്ത പരാജയം നേരിട്ടതോടെ രാഗേഷിനെതിരെ വിമർശനം ഇപ്പോൾ ശക്തമാവുകയാണ്. രാഗേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റിന് താഴെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ധനരാജിനെ അനുസ്മരിച്ച് പങ്കുവെച്ച കുറിപ്പിന് താഴെ ഉൾപ്പെടെ അമർഷം പ്രകടമായിരുന്നു. വിഴിഞ്ഞ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് KK രാഗേഷിന്റെ പ്രതികരണം കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ തന്നെ തള്ളുകയും ചെയ്തിരുന്നു. ഓഹരി ഇടപാടുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നുവെന്ന് ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അവർ വ്യക്തമാക്കട്ടെ എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ല എന്ന നിലപാടാണ് PK ശ്രീമതി എടുത്തത്. പോർട്ട് MD-യെ മാറ്റിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവാദമാക്കേണ്ടതില്ല എന്നാണ് KK ശൈലജ പ്രതികരിച്ചത്. ഇതിനിടെയാണ് ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിലും നേതൃത്വത്തിലേക്ക് പരാതി പോകുന്നത്. എന്തായാലും പിണറായി വിജയനെയും ഗോവിന്ദനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കണ്ണൂർ CPM-ൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി സാധ്യതയും കൂടി ഇപ്പോൾ തെളിയുകയാണ്.